ഹലോ ഗായ്സ്, ഞാൻ ഇന്നൊരു സീനറിയാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സ്കെച്ചിട്ട് ഔട്ട്ലൈൻ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു മരമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മരത്തിൽ ഒരു കുട്ടി ഇരിപ്പുണ്ട്. ആ കുട്ടിയുടെ ശരീരഭാഷയൊക്കെ നമ്മളൊന്ന് സ്കെച്ചിട്ട് വെക്കണം. ആദ്യം മരമാണ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. മരത്തിനൊരു ബ്രാഞ്ചുണ്ട്. ആ ബ്രാഞ്ചിലാണ് കുട്ടിയിരിക്കുന്നത്. വേറെയും ബ്രാഞ്ചുകളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇലകളൊക്കെ വെച്ച് ചുമ്മാ ഒന്ന് ചെയ്ത് വെച്ചു. അപ്പം ആ കുട്ടി ഇങ്ങനെ സീനറിയൊക്കെ കണ്ട് ഇങ്ങനെ അങ്ങ് ഇരിക്കുക. താഴെ അവനെ നോക്കി അവൻ്റെ ചങ്ങാതി കൂട്ടുകാരനായ ഒരു പട്ടിക്കുട്ടി അവൻ എന്താണ് നോക്കുന്നതെന്ന് അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ദൂരെയുള്ള കാഴ്ചകളാണ് ഇത് നമ്മൾ റെഡിയാക്കാൻ നോക്കുന്നത്. ദൂരെ കുറേ വീടുകൾ, ആ വീടുകളൊക്കെ പാസ് ചെയ്താണ് ഈ മരത്തിലേക്ക് വരുന്നത്. അപ്പോൾ വീട് വരയ്ക്കുമ്പോൾ നമ്മളെപ്പോഴും ആദ്യം ചെയ്യേണ്ടത് വിഷൻ എങ്ങോട്ടാണോ അതിനനുസരിച്ചുള്ളൊരു ബേസ് സ്കെച്ച് നമ്മൾ റെഡിയാക്കി ഇടണം. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് അങ്ങോട്ടുള്ളൊരു വ്യൂ ആണ്. നമ്മളൊരു ഗോപുരം മാത്രം വരച്ചാൽ അതെല്ലാം ഒരു വീടായി. വീടിന് വാതിലുകളുണ്ട്, ജനാലകളുണ്ട്, സ്റ്റെപ്പുകളുണ്ട്. ഇവിടെ നമുക്കൊരു ചെറിയ സ്പേസ് ഉണ്ട്. ആ സ്പേസിലും വേറൊരു വീട്, വീടുകളോട് വീടുകളാണ്. കൂടെ കുറേ ഇലകൾ. അപ്പോൾ നമ്മുടെ സ്കെച്ച് ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടു. കുറച്ച് ലൈൻ കമ്പികൾ. ഈ സ്കെച്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടാനാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും, ഇതെങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബ്രഷ് പെൻസ് വെച്ച് ഈ പടം പൂർത്തീകരിക്കാം. എൻ്റെ കയ്യിൽ 4 ബ്രഷസാണ് ഉള്ളത്, ഫുള്ളുള്ളത്. ഇതിൽ ഏറ്റവും ചെറിയ ഒരു മുനയുള്ളതും പിന്നെ ശകലം ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ഒരു ഇത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്നാണ് ലൈറ്റ് വരുന്നത്, അല്ലെങ്കിൽ ഇവിടെ എവിടെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് വരുന്നവരാക്കാം. അപ്പോൾ ഈ ഭാഗം ഡാർക്കാവും, സിമ്പിൾ. അതൊന്ന് ഡാർക്ക് ചെയ്ത് വിട്ട് ആ ഭാഗം ഹൈലൈറ്റ് ചെയ്ത് വരും. കണ്ടോ, സിമ്പിൾ. നമ്മൾ കുറേ സ്ട്രോക്കൊന്നും വെച്ച് ഇത് കളയരുത്. കുറച്ച് സ്ട്രോക്ക് വെച്ചിട്ട് ഒരു പെയിൻറ്റിങ് കിട്ടും. എത്ര സ്ട്രോക്കുകൾ കുറവുണ്ടോ അത്രയും ഭംഗിയാവും, അത്രയും 3D ആവും. പക്ഷെ നമ്മൾ ബാക്കിയതും കാണിച്ചു വെക്കണം എന്തെങ്കിലുമൊക്കെ. എന്നാലും അതൊരു എല്ലാ ഓബ്ജക്റ്റിനും അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ. അപ്പം അതാവണമെങ്കിൽ നമ്മൾ എല്ലാത്തിലും ഒരിത് വേണം. അപ്പോൾ ശിഖരങ്ങൾ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇലകൾ ഈ വലിയ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്ലാഷ് ആവും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ആയിപ്പോകും. അപ്പോൾ അത് പറ്റില്ലല്ലോ. ആ ഇലകളുടെ ഫീലും ഒക്കെ വരണമെങ്കിൽ വളരെ ഹറിബറിയിൽ ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഫ്രീ ആവുക. ആർട്ട് എപ്പോഴും ഒരു ഫ്രീ ഓഫ് തോട്ട്സ്, ഇമോഷൻസ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും മാറ്റി മറിഞ്ഞ് നമ്മളിരിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഇതിൻ്റെ മുന്നിൽ. അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നമ്മളിങ്ങനെ വലിയ ചിന്തിച്ചൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഡാർക്ക് ഏരിയകൾ ഞാൻ ഒന്നും കൂടെ ഇത് വെച്ച് പ്രൊജക്റ്റ് ചെയ്യുക. കണ്ടോ, അപ്പോൾ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ ഏരിയ ശരിക്കും ഇതായി. ഈ പേന കൊണ്ട് വളരെ നമുക്ക് പെട്ടെന്നൊരു സംഭവം റെഡിയാക്കാം. നമ്മൾ ചെയ്യുന്ന ഓരോ സ്ട്രോക്സിനും വളരെ വാല്യൂ ഉണ്ട് ഇതിലായിട്ടൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ആയി കഴിയുമ്പോഴേ നമ്മൾ ഇതിലേക്ക് കയറിക്കാവും. ഇനി നമുക്ക് ചെറിയ കുഞ്ഞ് ഡീറ്റെയിൽസാണ് നമുക്ക് ഫില്ലപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് നമ്മൾ വേറൊരു
ചെറിയൊരു നീഡിലുള്ളൊരു പേന എടുത്തിട്ട് നമ്മൾ ആദ്യം കുട്ടീനെ അങ്ങ് വരയ്ക്കുക. ഹ്യൂമൻ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തുടക്കത്തിൽ ഇത് കാണുമ്പോൾ വളരെ എളുപ്പം ഞാൻ ഈ ചെയ്യുന്നത്. പക്ഷേ ഇതിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്നത് കുറച്ചാണ് എടുക്കും. പ്രൊപ്പോർഷൻ 7.5 പ്രൊപ്പോർഷൻ ഉണ്ട്. ആ അളവ് നിങ്ങൾ ആദ്യം പഠിക്കണം. എന്നാലേ നമുക്ക് എല്ലാ ഫിഗറും വളരെ ഈസി ആയിട്ട് ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഹ്യൂമൻ അനാട്ടമി പഠിക്കുക എന്ന് പറയുന്നതാണ് ആർട്ടിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു പരിപാടി. ബാക്കിയെല്ലാം ഒരളവിനങ്ങ് നടന്നോളും. പക്ഷേ ഈ സാധനം മാത്രം ഭയങ്കര പാടാണ്. എൻ്റെ കുറേ വർഷങ്ങൾ തന്നെ ഞാനിപ്പോഴും പഠിച്ചിട്ടില്ല. ഞാനിപ്പോൾ കുറച്ചെങ്കിലുമൊക്കെ ക്രാക്ക് ചെയ്യാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അല്ലാതെ ഹ്യൂമൻ അനാട്ടമി ഒന്നും ഞാൻ ഫുള്ളി പഠിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരാളെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. പണ്ട് ഇതൊക്കെ വലിയൊരു പാടുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇപ്പോൾ പറ്റും. ഇപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഇരിക്കുന്ന പോലെ ആക്കാൻ പറ്റുന്നുണ്ട്. താഴെ ഒരു പട്ടികളുടെ ചെവി, അവരുടെ ആ ഒരു ശരീരഭാഷയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു പട്ടി ഇങ്ങനെ വാലും ഒക്കെ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ക്യൂരിയോസിറ്റിയിലാണ് നിൽക്കുന്നത്. വാല് താത്തി വെക്കുകയാണെങ്കിൽ അവന് ക്യൂരിയോസിറ്റിയില്ല, അവന് പേടിയാണ് അതിൻ്റെ അർത്ഥം. ഇനി അടുത്ത വീടുകൾ വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മളൊരു ക്യൂബ് വരയ്ക്കുന്ന പോലെ ഒരു ഫീലിങ്ങിൽ അങ്ങ് വരയ്ക്കുകയാണെന്നുണ്ടല്ലോ, നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റും. ഒരു ക്യൂബ്, അതിൻ്റെ അകത്ത് വേറൊരു റെക്റ്റാങ്കിളും ഒരു സ്ക്വയറും ഉണ്ടെങ്കിൽ വീടായി. പിന്നെ വീടിൻ്റെ അടുത്ത് കുറച്ച് ഇങ്ങനെ ചെടികളോ അങ്ങനെ എന്തെങ്കിലും ഒരു നാച്ചുറാലിറ്റി. പിന്നെ അതിൻ്റെ ഓടുകൾ ഇങ്ങനെ വളരെ ഭംഗിയായി വരയ്ക്കുക. പിന്നെ ഓടിൻ്റെ ഇവിടുത്തെ ഇച്ചിരി ഷാഡോ ആണ്, അതൊക്കെ എടുക്കുമ്പോൾ അങ്ങ് വേറെ ഒരു ലെവലാവും. നമ്മൾ എല്ലായിടത്തും ഈ ഡാർക്ക് അടിച്ച് വിടരുത്. ചില സ്പേസൊക്കെ അങ്ങ് വിട്ടേക്കണം. ഇപ്പം കണ്ടോ സ്റ്റെപ്പ്, ഇത് അടുത്തുള്ള കാഴ്ചയായതുകൊണ്ടാണ് നമ്മളിതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വിട്ടാൽ മതി. ഇപ്പം ഇവിടെ നമ്മൾ അത്രക്കും ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ എത്ര ഡീറ്റെയിൽ ചെയ്യുന്നു നമ്മുടെ ഒരു സുഖത്തിനെ. നമ്മൾ പടം വരയ്ക്കുമ്പോൾ എപ്പോഴും നമ്മുടെ സുഖം നോക്കാവുള്ളൂ, ഒരിക്കലും കാഴ്ചക്കാരൻ്റെ സുഖം നോക്കരുത്. അപ്പോൾ നമുക്ക് ടെൻഷൻ അടിക്കും. കാഴ്ചക്കാരൻ അങ്ങനെ പറയും, ഇങ്ങനെ പറയും. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് വരച്ചാൽ പിന്നെ അയാൾക്ക് ഇഷ്ടപ്പെട്ടോളൂ. കാരണം നമ്മൾ അത് ഇഷ്ടപ്പെട്ടാണല്ലോ ചെയ്യുന്നത്. ഒരു പോസ്റ്റ് ഇല്ലാതെ എന്ത്, ലൈൻ കമ്പി ഇല്ലാതെ ഒരു സ്ഥലമാകും. അപ്പോൾ അവിടെ നമുക്കതിനെ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഏരിയകളൊക്കെ അങ്ങ് പോയി. ഇത്രയായേ. ഇനി ഇതിൻ്റെ ചെറിയ കുറച്ച് റിഫ്ലക്ഷൻസ്. അപ്പോൾ ആ ഏരിയ അങ്ങ് നമുക്ക് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ നമ്മുടെ പെയിൻറ്റിങ്ങിൻ്റെ ഒരു ഫൈനൽ ഭാഗത്തിലേക്ക് എത്തുകയാണ്. വളരെ സൂക്ഷ്മതയോടെ ഡാർക്ക് ആൻഡ് ലൈറ്റ് നമ്മൾ തിരിച്ച് വെച്ചാൽ പെയിൻറ്റിങ് നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിപ്പെടും. ഞാനിവിടെ മൊത്തം ഇങ്ങനെ നൈസായിട്ട് ഉണ്ടോ, ചെറിയൊരു സ്ട്രോക്ക് മതി നമ്മുടെ പെയിൻറ്റിങ് പാളിക്കുക. അത് ഇങ്ങനെ വരച്ച് പൂർണ്ണതയിലേക്ക് എത്തുകയാണെങ്കിൽ തീർന്നു. പിന്നെ നമ്മൾ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ, ഒരു ചെറിയ കുറച്ച് പരിപാടി ഓക്കെ വേണേൽ നമുക്ക് കുറച്ചൊരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഇവിടെ 2-3 പേരങ്ങ് വെച്ചേക്കാം. അവർ സംസാരിക്കുന്ന പോലെയൊക്കെ. അപ്പോൾ അതൊരു കോളനി പോലെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. കുറേ മനുഷ്യരും. അപ്പോൾ നമ്മളവിടെ 2 പേരെ വരച്ചു, ഇവിടെ നമ്മൾ 3 പേരെ വരയ്ക്കും. അപ്പം മൊത്തം 5 പേരെ. ഇവിടെ ഒരാൾ. അപ്പോൾ അയാളുടെ വലിപ്പം നോക്കുകയാണെങ്കിൽ ഇത് മുമ്പിൽ അങ്ങനെ. അപ്പോൾ ഇതിങ്ങനെ നൈസായിട്ട് വരച്ചു പോവുകയാണെങ്കിൽ കുറേ ആൾക്കാരുള്ള പോലെ ഫീൽ ചെയ്യും. ഇവിടെ നമുക്ക് ഒരാളെ വെക്കാം. അവിടെ ഇച്ചിരി നെഗറ്റീവ് സ്പേസ് ഉണ്ട്. ഈ നെഗറ്റീവ് സ്പേസൊക്കെ നമ്മളിങ്ങനെ കുറേ വരച്ച് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കാര്യമാണ്.
എവിടെ ആൾക്കാർ കൂടെ ഇപ്പോൾ ആൾക്കാരുടെ പ്രൊപ്പോർഷൻസൊക്കെ ഡിഫറെൻറ്റാണ്. കാണുമ്പോൾ എല്ലാം മനുഷ്യരാണ്, സിമ്പിളാണ്, പക്ഷേ ഇറ്റ്സ് ഡിഫറെൻറ്റ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ ഇപ്പോൾ ഇച്ചിരി ആൾക്കാരുടെ എണ്ണം കൂടിപ്പോയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, മനസ്സിലായി. ഇവിടെ ഒരു വര പോലെ നമ്മളെന്ത് ചെയ്യും, ഇവിടെയും കൂടെ ഒരാളുണ്ട്. അപ്പോൾ അത്രയും ബോറടി മാറി കിട്ടും. അയാളുടെ കാലും കൂടെ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് സംഭവം. പടം വരച്ചു കഴിഞ്ഞാൽ പേരെഴുതുന്നതായിരിക്കും മറക്കരുത്. പേരെഴുതാം, അത് നമ്മുടെ ഐഡൻറ്റിറ്റിയാണ്. ബിക്കോസ് നാളെ ഈ പേപ്പർ കഷ്ണം എവിടെയെങ്കിലും കിട്ടിയാൽ ഒരാൾക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ഞാൻ വരച്ചിരിക്കുന്നത് 24 ഓഗസ്റ്റ് 2026. താങ്ക് യു.